സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മന്ത്രി എന്ന നിലയിൽ KSRTC ആ ഒരു വകുപ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നൊരു മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അയാൾ ഒരു വട്ടപൂജ്യമാണ്. അതായത് ആദ്യത്തെ ഭാര്യയും 2 മക്കളും അയാളെ ഉപേക്ഷിച്ചു പോയി, അവരുമായിട്ട് ഡിവോഴ്സായി. അതിനു മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വിവാദങ്ങൾ ഇദ്ദേഹത്തിനെതിരെയുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം തന്നെ പലപ്പോഴും ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയണ്ട, ആരും കേൾക്കാത്ത, ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള ഒരാളായിരുന്നു ആ മന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗണേഷ് കുമാറിനെ താഴെ ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഉമ്മൻചാണ്ടിയോട് കടുത്ത പകയുമായിട്ട് നടന്ന് പിന്നീട് LDFിലേക്ക് വരികയായിരുന്നു. പത്തനാപുരത്ത് LDFിന്റെ ആ കോട്ടയിലാണ് പിന്നീട് ജയിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് 2 പ്രാവശ്യവും മന്ത്രിയായിട്ടുണ്ട്. അതായത് ഇപ്പോഴും 2.5 വർഷത്തെ ആ ഒരു കരാറിലാണ് ഇപ്പോഴും മന്ത്രിയായിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുക. അതായത് ബിന്ദു മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 2ാമത്തെ ഭാര്യ, ആദ്യത്തെ ഭാര്യയെ വിവാഹമോചനം ചെയ്തതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുബായിലെ മീഡിയ സിറ്റിയിൽ, അതായത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ തന്നെ ദുബായ് മീഡിയ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ എന്തോ ആയിരുന്നു, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ തന്നെയാണ് ഈ ബിന്ദു മേനോൻ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്താ പറയേണ്ടത്, അവരുടെ ഒരു വലിയ ബിസിനസ് കുടുംബത്തിലെ അംഗമാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല നിലയിലുള്ള ഒരു സ്ത്രീയാണ് ഈ ബിന്ദു മേനോൻ. അതുമാത്രമല്ല അവരുടെയും 2ാം വിവാഹമായിരുന്നു. ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെ പല വേദികളിലും നമ്മൾ ഗണേഷ് കുമാറിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്, പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ ഫയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ പറയുന്നത്. ഏതായാലും അവരും കൂടി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അതിൽ ചേർന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന്റെ ഈ സമയമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ഫേക്ക് ഇതും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് ഒരാൾ നേരിട്ട് പറയുകയാണ്, നമുക്കൊന്നും അറിയാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും ഗണേഷിന്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു. ഇതാദ്യമായാണ് ബിന്ദു മേനോൻ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കുന്നത്. KG കമലേഷിനോട് ബിന്ദു സംസാരിച്ചു, കേൾക്കാം. ശ്രീമതി KB ഗണേഷ് കുമാരൻ, മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീ ബിന്ദു മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, ഇന്നലെ മുതൽ ചില അഭ്യൂഹങ്ങൾ, പ്രചാരണങ്ങൾ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു KS നേതാവ് ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ മന്ത്രി പറയുന്നത് എനിക്ക് പ്രണയം മാത്രമാണുള്ളത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടണ്ട, 112ലേക്ക് വട്ടുള്ളവർക്ക് ആർക്കും വിളിക്കാമല്ലോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്? താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. BJPയുടെ നേതാവല്ലേ, മേയറാകത്തിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി, ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേ പ്രശ്നമായിരുന്നു. പല
സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വാളത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് അല്ല എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാന്ന് വെച്ചാൽ പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇതെല്ലാം കേൾക്കുമ്പോഴേ എന്താ പറയാ, എനിക്കൊന്നും അറിയില്ല. നമുക്കൊന്നും മനസ്സിലാകുന്നേ ഇല്ല. ഈ വലിയ ആൾക്കാരുടെ വീട്ടിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഈ സ്ത്രീ ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിന്ദു മേനോൻ എന്ന് പറയുന്ന സ്ത്രീ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴും ഭാര്യ തന്നെയാണ്. പല പരിപാടികളിലും നിന്നാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഇവരൊക്കെ നല്ല സൗകര്യമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്നവരാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശ്രീലേഖ IPS എന്ന് പറയുന്ന BJP കാരിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ ആണെങ്കിൽ ഇപ്പോൾ LDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. പക്ഷെ ഒരു മന്ത്രി അങ്ങനെ സ്വന്തം വീട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളാണ്. കാരണം അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുക നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഗണേഷ് കുമാർ ആയതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ല, അതുകൊണ്ട് ചെയ്യുന്നവരാണോ? അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ ഭാര്യയായ ബിന്ദു മേനോന് അങ്ങനെ നുണ പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അങ്ങനെ നുണ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? അവർക്ക് വേണമെങ്കിൽ വിവാഹമോചനം നേടിപ്പോകാമെന്നല്ലാതെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിവാഹം കഴിച്ച് പിരിഞ്ഞവര് പിന്നെ ഒരു വിവാഹത്തിനും കൂടി സമ്മതിക്കുമ്പോഴേ അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവർക്കും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ തകിടം മറിച്ചിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, പിന്നെ എന്താ പറയേണ്ടത്, ഇപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണോ, ഇനി നേരിട്ടുള്ളത് തന്നെയാണോ അയാൾ ഒറിജിനൽ ക്യാരക്ടർ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ വരെ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ മുഴുവൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആദ്യം യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ഭാര്യ തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് പിൽക്കാലത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാറിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഇനിയൊരു വിവാഹ ബന്ധം ഇല്ലാതെ അങ്ങ് ജീവിക്കുന്നതായിരുന്നു ബെസ്റ്റാന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഒരു സ്ത്രീയെ ഇപ്പോൾ ബിന്ദു മേനോൻ എന്ന് പറയുന്ന സ്ത്രീ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളിലുള്ള ഒരു കുടുംബത്തിലേതാണ് തോന്നുന്നു. അപ്പോൾ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെയൊക്കെ കൂടെ കൂട്ടിയത്? പിന്നെ സംശയരോഗം എന്ന് പറയുന്നത്, സംശയരോഗം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആർക്കായാലും ശരി എല്ലാവരും തീർക്കേണ്ട ഒരു സംഭവമല്ലേ. ഇപ്പോൾ ഒരാൾ വെറുതെ വന്നിട്ടൊരു കാര്യം പറയുന്നത് എനിക്ക് തോന്നില്ലായിരുന്നു. ഏതായാലും വരുന്ന വഴിക്ക് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല.
അറിയില്ല. പക്ഷെ എല്ലാം പുറത്തു വരും. നമുക്കങ്ങനെ കൃത്യമായിട്ട് നടന്ന ഊഹാപോഹങ്ങളൊന്നും നടത്താൻ കഴിയുകയും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയാണ്. എന്തെങ്കിലും അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് നോക്കണ്ട, ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവില്ലേ. പിന്നെ നന്ദി, നമസ്കാരം.